മാടവനിയിൽ ഒരു ബസ് മറിഞ്ഞു എന്നുള്ളതാണ് വിവരം. ആജ്ഞയാണ് ചേരുന്നത്. ആജ്ഞ, എന്താണ് ഈ അപകടത്തിന്റെ വിശദാംശങ്ങൾ? അഭിലാഷ്, കല്ലടയുടെ ഒരു ബസ്സാണ് മറിഞ്ഞിട്ടുള്ളത്. ബാംഗ്ലൂരിൽ നിന്ന് വർക്കലയിലേക്ക് പോയത് ബസ്സാണ് മറിഞ്ഞത്. ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ സിഗ്നലുമായി ബന്ധപ്പെട്ട സിഗ്നല് കാണാതിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ചെറിയ മഴയായിരുന്നു. അപ്പോൾ ഡ്രൈവർ ചവിട്ടിയിട്ട് ബ്രേക്ക് കിട്ടിയില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ അതിന് തൊട്ട് മുൻപ് റെഡ് സിഗ്നലായിരുന്നു. അതിന് തൊട്ട് മുൻപായിട്ട് ഒരു ബൈക്കുകാരനുണ്ടായിരുന്നു. ഈ ബസ് ചവിട്ടി സ്ലിപ്പ് ചെയ്ത് തിരികെ ബാക്ക് വശം ബൈക്കിലിടിച്ച് അത് മറിയുകയുണ്ടായി. ഈ ബൈക്കുകാരന്റെ മുകളിലേക്ക് തന്നെയാണ് ബസ് മറിഞ്ഞത്. അദ്ദേഹം വളരെ അതീവ ഗുരുതരാവസ്ഥയിലാണ്. അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്ന സാഹചര്യം. ഇപ്പോൾ 8ഓളം പേരെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് ഗുരുതരമായ പരിക്കുകളോടെ എന്നാണ്. പക്ഷേ ബസ്സിൽ യാത്ര ചെയ്തിരുന്ന ആളുകൾക്ക് വലിയ പരിക്കില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതേസമയം ഈ ബൈക്കുകാരന് അതീവ ഗുരുതരമായ പരിക്കാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തെ ഈ ബസ്സിന്റെ അടിയിൽ നിന്നും മാറ്റിയ ശേഷം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ഒരു സാഹചര്യമാണ്. ബസ് ഇപ്പോൾ മീഡിയ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. ക്രെയിൻ ഉപയോഗിച്ച് അത് ബസ് ഉയർത്തി 2-3ഓളം ക്രെയിനുകൾ വേണ്ടി വന്നു ബസ് ഉയർത്താൻ. അത്തരം നമുക്ക് എത്ര വലിയ അപകടമാണ് ഉണ്ടായതെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഒരു ബസിന്റെ ഒരു വശം പൂർണ്ണമായും തകർന്നു പോകുന്ന ഒരു സാഹചര്യമാണ്. എന്നാലും 3 സീറ്റുകൾ മാത്രമാണത്രേ അതില് ബാക്കിയുണ്ടായിരുന്നത്. ബാക്കി എല്ലാ സീറ്റുകളിലും ആളുകൾ ഉണ്ടായിരുന്ന സാഹചര്യമുണ്ട്. എല്ലാ ബസ് നിറയെ, അതായത് ഏകദേശം ബസ് നിറയെ ആളുകൾ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എത്ര പേർക്ക് അപകടം സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല. എന്തായാലും ആ കാര്യങ്ങളൊക്കെ വ്യക്തമായി വരുന്നതേ ഉള്ളൂ. എന്തായാലും 8 പേരോളം ഇപ്പോൾ കൊച്ചി ലേക്ഷോർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഒരു ബൈക്കുകാരന്റെ ദേഹത്തേക്കാണ് ബസ് മറിഞ്ഞത്. അദ്ദേഹത്തെ അതീവ ഗുരുതരാവസ്ഥയിലാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. എന്നാൽ ബൈക്കുകാരൻ അതിൽ അതീവ ഗുരുതരമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മറ്റുള്ളവരുടെ കാര്യം വ്യക്തമല്ല. എന്നിരുന്നാലും പ്രാഥമികമായി അറിയാൻ കഴിയുന്ന ഒരു കാര്യം, ബസ്സിൽ ഉണ്ടായിരുന്ന യാത്രക്കാരുടെ പരിക്ക് അത്ര ഗുരുതരമല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും രാവിലെ ഇങ്ങോട്ട്, അതായത് തിരുവനന്തപുരത്തേക്ക് വർക്കലയിലേക്ക് യാത്ര ചെയ്ത കല്ലട, നാഗാലാൻഡ് രജിസ്ട്രേഷനുള്ള കല്ലട ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അത് എടുത്തു മാറ്റുന്ന സാഹചര്യമാണ്. ഇത് അതീവ ഗുരുതരമായ ഗതാഗത നിയന്ത്രണവുമുണ്ട്. വലിയ അപകടം തന്നെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് വർക്കലയിലേക്ക് പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 3 സീറ്റുകൾ മാത്രമായിരുന്നു അതായത് ഫില്ലാവാതിരുന്നത്. ബാക്കി എല്ലാ സീറ്റുകളിലും ആളുകളുണ്ട്. നമുക്കിപ്പോൾ അവരോട് ചോദിക്കാനുള്ള സാഹചര്യം വളരെ കുറവാണ്. കാരണം അങ്ങേയറ്റം പരിഭ്രാന്തിയിലാണ് ആളുകളുള്ള. പരിഭ്രാന്തി ഒന്ന് വിട്ടോട്ടെ വരുന്നു. കൂളായ ശേഷം നമുക്കതിന്റെ കൂടുതൽ വിവരങ്ങൾ അവരോട് ചോദിച്ചറിയാം. പക്ഷേ ഇപ്പോൾ ചോദിക്കാനുള്ള സാഹചര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ അപകടത്തിൽപ്പെട്ട ആളുകളെ, പരിക്കേറ്റവരെയൊക്കെ ആശുപത്രിയിലേക്ക് മാറ്റിയ സാഹചര്യമുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട്, റെസ്റ്റ് എടുക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. പക്ഷെ അവരോട് ഇപ്പോൾ നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ ചോദിക്കാനുള്ള സാഹചര്യമില്ല. എന്നിരുന്നാലും ബസ് ബ്രേക്ക് ചവിട്ടുകയും പെട്ടെന്ന് റെഡ് സിഗ്നൽ കണ്ട് ബ്രേക്ക് ചവിട്ടുകയും അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയായിരുന്നു ബസ് വന്നതെന്നാണ് ദൃക്സാക്ഷികൾ നേരത്തെ സൂചിപ്പിച്ചത്. അതനുസരിച്ച് റെഡ് സിഗ്നൽ കാണുകയും മുന്നിലുണ്ടായിരുന്ന ബൈക്ക് യാത്രക്കാരനെ, അതായത് ബസ് പെട്ടെന്ന് സ്ലിപ്പ് ചെയ്ത് ബാക്ക് വശം തിരിഞ്ഞു വരികയും മുൻപിലുണ്ടായിരുന്ന ബൈക്ക് തട്ടി സൈഡിലേക്ക് മറിയുകയും ആ ബൈക്ക് യാത്രക്കാരനെ ബസ് മറിയുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അഭിലാഷ്, എറണാകുളത്ത് മരടിന് സമീപം മാടവനിയിലാണ് ബസ് മറിഞ്ഞത്. ബാംഗ്ലൂരിൽ നിന്ന് വർക്കലയിലേക്ക് പോവുകയായിരുന്ന ബസ്സാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. സഡൻ ബ്രേക്ക് ഇട്ട വാഹനം സിഗ്നൽ കൂടി തകർത്തുകൊണ്ടാണ് ഈ അപകടത്തിൽപ്പെട്ടത് എന്നാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ തീർച്ചയായും പ്രതികരണങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമെങ്കിലും നമുക്ക് ആ അപകട സ്ഥലത്ത് നിന്നുള്ള ദൃശ്യങ്ങളിൽ ഈ സിഗ്നൽ തകർത്താണോ വാഹനം അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്, അത് നമുക്ക് ദൃശ്യങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? അതെ അഭിലാഷ്, ആ ഒരു സാഹചര്യമാണ് ഇപ്പോഴാണ് ബസ് ഒന്ന് നേരെയാക്കിയത്. നമുക്ക് കാണാമല്ലോ ദൃശ്യങ്ങളിൽ ഒരു വശത്ത് മുഴുവൻ ഈ തരത്തിൽ ഇങ്ങനെ ബസ് മറിഞ്ഞ് വീണ ഒരു സാഹചര്യം. അത് അതിന്റെ സൈഡിലെ ചില്ലുകൾ മുഴുവൻ പൊട്ടിയ ഒരു സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. എന്താണ് എന്നുള്ളത് എന്നുള്ള കാര്യം നമുക്ക് കാഴ്ചക്കാരോട് തന്നെ ചോദിക്കാം. എന്താണ് സംഭവിച്ചതെന്ന് പറയുന്നത്? പറയാൻ പോലെ കറക്റ്റാണ്. ഞാൻ വന്നല്ലോ ഇപ്പൊ
ഞങ്ങൾ ഓട്ടോക്കാരാണ് വന്ന് മറിഞ്ഞ് ചവിട്ടി അങ്ങോട്ട് തിരിഞ്ഞു ബൈക്ക് ഇപ്പുറം നിൽക്കുകയായിരുന്നു അത് വന്ന് അടിച്ചടിയിലേക്ക് കയറണം സാർ ഇവിടെ ആ ബൈക്കുകാരന് മാത്രമേ കൂട്ടും ബാക്കിയുള്ളവരെയൊക്കെ നമ്മൾ അപ്പം തന്നെ പറ്റുന്ന പോലെയൊക്കെ എടുത്തിട്ട് പോയി അങ്ങോട്ട് ആക്കിയിട്ടുണ്ട്. ഇത് വണ്ടി വടക്കുന്ന വേണ്ടി ചവിട്ടി തിരിഞ്ഞങ്ങോട്ട് ഇടിച്ചാണ്. അപ്പൊ ബൈക്ക് ഇവിടെ നിൽക്കുകയായിരുന്നു, അവൻ അടിയിൽപ്പെട്ട് പോയി. അതാണ് സംഭവിച്ചത്, അടിയിൽപ്പെട്ട് പോയി. ബൈക്കാരുടെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് എല്ലാവരും, എങ്ങനെയാണെന്ന് അറിയില്ല. ബാക്കിയുള്ളതൊക്കെ കുഴപ്പമില്ലാത്ത ബൈക്കാരുടെ സീരിയസ് ആയിട്ടാണ് തോന്നുന്നത്. ഇല്ല കണ്ടില്ല ഇല്ല ഇല്ല ഞങ്ങളിപ്പോ വന്ന് എന്ന് പറഞ്ഞു. ഇതാണ് അഭിലാഷ്, നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഈ ബൈക്ക് യാത്രക്കാരൻ അതിന്റെ അടിയിൽപ്പെട്ട സാഹചര്യം ഇതാണ്. ഈ ഒരു ഇത്രയും ക്രിട്ടിക്കലായ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയത് ബൈക്ക് യാത്രികൻ മാത്രമാണ് എന്നാണ് മനസ്സിലാക്കാൻ നിലവിൽ പ്രാഥമിക വിവരം അനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം ബസിന്റെ അടിയിൽ പെട്ടുപോയ സാഹചര്യമുണ്ട്. കാരണം ഇത്രയും ഭാരമുള്ള ഒരു ബസ് മറിഞ്ഞ് അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് വീഴുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതുമാത്രമാണ് ഇപ്പോൾ ഗുരുതര അപകടങ്ങളിൽ പെട്ടത് എന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത് എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. പക്ഷേ 7-8ഓളം പേര് ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. ഈ അവസ്ഥയിൽ അവരിലെ എത്ര പേരുടെ നില പരിക്കുകൾ ഗുരുതരമാണ് എന്ന് ഇനിയും മനസ്സിലാക്കേണ്ടതുണ്ട്, ഇനിയും വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ബൈക്കാണ് അപകടത്തിൽപ്പെട്ടത്. അദ്ദേഹത്തിന്റെ KL37E 4012 എന്ന രജിസ്ട്രേഷൻ നമ്പറോട് കൂടിയ ബൈക്കാണ് അപകടത്തിൽപ്പെട്ടത്. അദ്ദേഹത്തെയാണ് നമ്മൾ ആശുപത്രിയിൽ എത്തിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം ഗുരുതരമായ അവസ്ഥയിൽ തന്നെയാണ്. ഒരിക്കൽ കൂടി ബൈക്കിന്റെ നമ്പർ ഞാൻ പറയാം, KL37E 4012 എന്ന ബൈക്കാണ് അപകടത്തിൽപ്പെട്ടത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നതൊക്കെ ബസിന്റെ അവശിഷ്ടങ്ങളാണ്. എന്തായാലും ഈ സിഗ്നൽ കാണാതെ, അതായത് പെട്ടെന്ന് സിഗ്നൽ ആയപ്പോൾ അതീവ വേഗത്തിൽ വന്ന ഒരു ബസ് പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുകയും അതിന്റെ ബസ് ബാക്ക് ഫ്രണ്ടോട്ട് തിരിയുകയും ബൈക്ക് യാത്രക്കാരനെ അടിയിലാകുന്ന തരത്തിലേക്ക് അത് മറിയുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഉണ്ടായത്. എന്തായാലും അതീവ ഗുരുതരമായ വലിയൊരു അപകടം തന്നെയാണ് നമ്മൾക്ക് ഇപ്പോൾ ഈ മുന്നിൽ കാണാൻ കഴിയുന്നത് എന്നാണ് എനിക്ക് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. അപകടത്തിൽപ്പെട്ടവരുടെ അവസ്ഥയെപ്പറ്റി കൂടുതൽ അറിയേണ്ടതുണ്ട്. അപകടത്തിൽ ബസ്സിലുണ്ടായിരുന്ന ആളുകളോട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരിഭ്രാന്തിയിലിരിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ കാരണം ഇപ്പോൾ അവരോട് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. പക്ഷേ കാഴ്ചക്കാരായ ആളുകൾ നമ്മളോട് പ്രതികരിക്കുന്നുണ്ട്. ഇനിയും നമുക്ക് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പോകാൻ കഴിയുമെന്നാണ്. തീർച്ചയായും ദൃശ്യങ്ങളിൽ അതിഭീകരമായ ഒരു അപകടം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ട്രാഫിക് സിഗ്നലിൽ ഇടിച്ച സ്വകാര്യ ബസ് ബൈക്കിന് മുകളിലേക്ക് മറിയുകയായിരുന്നു എന്നുള്ളതാണ് വിവരം. സഡൻ ബ്രേക്ക് ഇട്ടതാണ് ഈ അപകടത്തിന് കാരണം എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരം. കൊച്ചി മരടിന് അടുത്ത് മാടവനയിൽ ആണ് ഇങ്ങനെയൊരു അപകടം ഉണ്ടായത്. ബാംഗ്ലൂരിൽ നിന്ന് വർക്കലയിലേക്ക് പോവുകയായിരുന്ന ബസ് ഇപ്പോൾ സാക്ഷികളെന്ന് തോന്നുന്നു. നമുക്ക് ആ പ്രതികരണം കേട്ടു നോക്കാം. അപ്പൊ പെട്ടെന്ന് അവരാ ഇതില് എന്താണ് സംഭവിച്ചതെന്ന് അവർക്കും അറിയില്ല. പെട്ടെന്ന് ചാടി എണീറ്റ്. പിന്നെ ബാക്കി സ്ത്രീകളെല്ലാം പുരുഷന്മാരെയൊക്കെ നമ്മള് ഒരു 9:45 ആ ടൈമിൽ ട്രെയിൻ വന്ന് പൊക്കിയിട്ടാണ് എടുക്കാൻ പറ്റിയത്. ടൈം കാരണം കുറച്ച് അധികം നേരം പുള്ളി അവിടെ കിടന്ന്, കാരണം ട്രെയിൻ ഓടി വരുന്നല്ല, ട്രെയിൻ വന്നു കഴിഞ്ഞാലേ എടുക്കാൻ പറ്റുള്ളൂ. ആ ഒരു അവസ്ഥയിലാണ് പുള്ളി കുറച്ചേരം അവിടെ കിടന്നത്. 1 മണിക്കൂറോളം കിടന്നെന്ന് തോന്നുന്നുണ്ട്. പുള്ളി ആദ്യം കൈയൊക്കെ ഒന്ന് അനക്കായിരുന്നു, അതിന്റെ അടിയിൽ കിടന്ന് നമ്മൾ നോക്കുമ്പോ. പക്ഷെ നമ്മൾക്ക് പൊക്കാൻ പറ്റേണ്ടത് ആ ഒരു അവസ്ഥയാണ്. ആദ്യം തന്നെ ഈ NH ചെയ്യേണ്ടത് ഈ റോഡ്, ഈ ടാർ മാറ്റിയിട്ട് മര്യാദക്ക് ടാർ ചെയ്യണം. അതെ, കാരണം ഇവര് ഈ കുമ്പളം ടോള് വെച്ചിട്ട് നമ്മളോട് പിന്നെ ടോളുകൾ വാങ്ങിക്കുന്നുണ്ട്. ഈ ടോളുകൾ വാങ്ങിക്കുന്നത് എന്തിനാണ്? ഇവിടുത്തെ ആളുകൾക്ക് പൊതുജനത്തിന് പിന്നെ സൗകര്യപ്പെടുത്താനല്ലേ, അതിനുവേണ്ടിയല്ലേ. ഇവിടെ ഒരൊറ്റ ലൈറ്റ് പോലും തെളിയണില്ല. അത് ഇവിടുത്തെ പഞ്ചായത്തിന്റെ കുഴപ്പമാണ്. ഒരൊറ്റ സീറ്റ് ലൈറ്റ് തെളിയണില്ല ഇവിടെ. രാത്രി കാലങ്ങളായി കഴിഞ്ഞാൽ ഇത് രാത്രിയാണ് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യനുണ്ടാവില്ല ഇവിടെ. ഇരുട്ടാൻ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതുപോലെ ഇതിനു മുമ്പ് ഒരു ദിവസം ഒരു KSRTC ഇടിച്ചിട്ട് ഇതുപോലെ ആരും ഇല്ലായിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും? കാരണം ഒരു വെട്ടമുണ്ടെങ്കിൽ ആർക്കെങ്കിലും കാണാൻ പറ്റും. ഇത് അതുപോലെ ഇപ്പൊ തെക്കോട്ട് പോകുന്ന വണ്ടിയാണ്, വടക്കോട്ട് പോകുന്ന വണ്ടികളാണെങ്കിലും സിഗ്നല് നോക്കാറില്ല ഇവര്. സിഗ്നല് റെഡാണേലും അടിച്ച് കത്തിച്ചങ്ങോട്ട് പോണേ. ഞങ്ങളിത് സ്ഥിരം കാണുന്ന ആളുകളാണ്. പിന്നെ ഇതിന് മുമ്പ് ഈ സിഗ്നലില് ഒരെണ്ണം ഇടിച്ച് സിഗ്നലിൽ പോയതാണ്. ഒരു വണ്ടി വന്ന് ഇടിച്ച് കഴിഞ്ഞിട്ട് കുറെ നാളെ സിഗ്നൽ ഇല്ലാണ്ട് കുറെ പ്രക്ഷോഭങ്ങളും കാര്യം വന്നു കഴിഞ്ഞിട്ടാണ് പിന്നെ സിഗ്നൽ വന്നത്.